നമസ്കാരം. ശശി തരൂർ എം പി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വാർത്തയാകാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കാതെ പോയൊരു സംഭവം, അതാണ് ഇന്ന് നമ്മുടെ വാർത്ത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശശി തരൂർ എം പിക്കെതിരെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നു, അല്ലേ? ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന ഒരു ലേഖനമാണ് അതിന് വഴിവെച്ചത്. അപ്പോ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ പറയുന്ന പോലെ തെറ്റിദ്ധാരണ വളർത്തുന്ന ചില വ്യാജ പ്രചരണങ്ങൾ നടന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നത്. വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ കേരളം വ്യവസായ സൗഹൃദമാണ് എന്നതിനെ പറ്റിയൊന്നുമല്ല. അദ്ദേഹം വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നു, സാധ്യതകൾ തിരയുന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. അത് ഈ പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസും അവസാനം തിരുത്തിയിട്ടുണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ പോസ്റ്റിൽ പറയുന്ന വാക്കുകൾ കുറിക്കിന് കൊള്ളുന്ന വാക്കുകളാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇതുവരെ എനിക്ക് ആരുടെയും ക്ഷമാപണം ലഭിച്ചിട്ടില്ല. ഈ വിഷയം ഒരിക്കൽ തീർന്നു പോകുമെന്നറിയാം. പക്ഷേ ഇത് പല പ്രശ്നങ്ങളെയും തുറന്നു കാട്ടിയിട്ടുണ്ട്. പല വ്യക്തികളും എന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്നറിയാൻ സാധിച്ചു. ഞാൻ ഒരിക്കലും പരിഗണിക്കാത്ത ചില സാധ്യതകളെ പറ്റി ചിലർ തങ്ങൾക്കിഷ്ടമുള്ള തിയറികൾ പടുത്തുയർത്തുന്ന രീതിയും കണ്ടു. ചിലർ അവർ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ ആദ്യമായി ചിന്തിച്ചു. ചിലർക്ക് അവരുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും പുറത്തു പറയാനുള്ള ഒരു അവസരമായി ഇത് മാറി. അപൂർവമായി ചിലർ സമ്പന്നമായ നിർവചനങ്ങളോടെ, ആഴത്തിലുള്ള ചിന്തകളോടെ എന്റെ രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തുകയും ചെയ്തു. ഇതെല്ലാം എന്റെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്നവയായിരുന്നു. ഒരു ചെറിയ കാര്യത്തിൽ മാത്രമായിരുന്നു പ്രശ്നം. ഈ കഥ മുഴുവനും തന്നെ അടിസ്ഥാനരഹിതമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടും ഈ അർത്ഥം സൂചിപ്പിക്കുന്നതായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പോ ശശി തരൂരിനോട് കോൺഗ്രസിനകത്ത് എത്രത്തോളം ആളുകൾക്ക് ഒരു അസൂയയും അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരു താല്പര്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസരം സത്യത്തിൽ ആ വാർത്ത ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ശശി തരൂര് കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പുകില്, അല്ലേ? കേന്ദ്രത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാം വി ഡി സതീശനും സംഘത്തിനും. അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ സുധാകരന് പറയാം. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് കെ സുധാകരന് പറയാം. ഗോൾവാക്കറുടെ പരിപാടിയിൽ വി ഡി സതീശന് പോയി പങ്കെടുക്കാം, പ്രശ്നമില്ല. കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുന്നതാണ് പ്രശ്നം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നിന്ന് 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കേരളം എത്തി എന്ന് പറയുന്നതാണ് കോൺഗ്രസിന് വിഷമം. അപ്പൊ എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം? എന്താണ് കോൺഗ്രസിന്റെ അജണ്ട? എന്തിനാണ് കോൺഗ്രസ് ഇത്ര ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്തെ നോക്കിക്കാണുന്നത്? ഈ നാട്ടിൽ ഒരു എം പിക്ക് നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച്, നേട്ടങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത് കോൺഗ്രസ്? അപ്പോ അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ കയറൂരി വിട്ടേക്കാണ് കുട്ടി സതീശിനെ അടക്കമുള്ള ടീമുകളെ. എന്ത് രീതിയിലുള്ള, ഏതൊക്കെ രീതിയിലുള്ള കടന്നാക്രമണമാണ് നടത്തിയത്? സ്വന്തം പാർട്ടിയിലെ ഒരു എം പി ആണ്, സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവാണ്, ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും ഒരേപോലെ താല്പര്യമുള്ള വ്യക്തിയാണ്. ഇന്ന് കോൺഗ്രസിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിവരവും വിവേകവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ഉള്ള ഒരു നേതാവാണ്. എന്നിരുന്നിട്ടും ശശി തരൂരിനെ ഒരു മര്യാദയും ഇല്ലാതെ, ഒരു രീതിയിലുള്ള എന്താ പറയാ, ഒരു വല്ലാത്ത രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ച അവരുടെ രാഷ്ട്രീയം കണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഞെട്ടി എന്നുള്ളതാണ്. ശശി തരൂർ എം പി എന്ന് പറയുന്ന ആൾ ഒരു അക്ഷരം പോലും ഈ പറയുന്ന നേതാക്കൾക്കെതിരെ സംസാരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മാന്യത എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വി ഡി സതീശനും കെ സുധാകരനും അതുപോലെ തന്നെ മുരളീധരനും, അതായത് മുഖ്യമന്ത്രി കുപ്പായം സ്വപ്നം കണ്ടു കിടക്കുന്ന ആളുകളൊക്കെ അങ്ങ് ഉയർത്തിയത്. പക്ഷെ ഒരു രീതിയിലും അവരെ ആരെയും പ്രകോപിപ്പിക്കാതെ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. എത്ര മാന്യമായിട്ടാണ് ശശി തരൂർ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത്. അതായത് ഞാൻ കൊടുത്ത ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണക്കുകൾ തരൂ, ഞാൻ തിരുത്താമെന്നാണ് പറഞ്ഞത്. എന്റെ കണക്കുകൾ കൊടുത്തില്ലല്ലോ. കാരണം എന്താ? കണക്കുകളില്ല. അദ്ദേഹം ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ലേഖനം ശരിയാണെന്ന് അവസാനം കോൺഗ്രസിന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോ അദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തിയവരൊക്കെ പോയി കാലിൽ പോയി വീഴുകയാണ്. എന്റെ പൊന്നണ്ണ പോകരുത് എന്ന് പറഞ്ഞ് അമ്മാതിരി വെറുപ്പിച്ച് കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ അങ്ങ് അപകീർത്തിപ്പെടുത്തി കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കണ്ടത്. ശശി തരൂരിനെ കിട്ട് കൊട്ടിയപ്പോ ഇവിടെ സംഭവിച്ച ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ശശി തരൂരിനെ പോലൊരു ഒരാളെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി ദേശീയ വാർത്തയാണത്. ദേശീയ വാർത്ത എന്താണ്? കോൺഗ്രസിൽ കൂട്ടത്തല്ലേ കേരളത്തിൽ തകർന്നടിയുന്നു കോൺഗ്രസ്. അപ്പൊ സ്വാഭാവികമായും അത് ആർക്കാണ് ഗുണം ചെയ്യുക?
ഇതൊക്കെ കേൾക്കുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പാർട്ടി ഏതാണ്? CPM ആണോ? ഒരിക്കലും അല്ല കേട്ടോ, അതൊരു തെറ്റിദ്ധാരണയാണ്. BJP ആണ്. കോൺഗ്രസ് ഒന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ പോലും കോൺഗ്രസ് ഇവിടെ ഉണ്ടാകരുത് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു CPM നേതാവ് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ സ്വാഭാവികമായും കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJP വളർത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തുന്നു എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് അതിനെ പറയാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂര് രേഖപ്പെടുത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? വരൂ, BJPയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സ്വാഗതം പറയുകയാണ്. അങ്ങനെ ഒരു അവസരം എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ VD സതീശനും സംഘവും ഒക്കെ ചെയ്തത്? കേരളത്തിൽ വലിയ പൊട്ടിത്തെറിയാണ്, തകർന്നടിയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശശി തരൂരിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ശശി തരൂരിനെ BJPയിലേക്ക് അവർ എടുക്കുമ്പോൾ സ്വാഭാവികമായും അത് സ്റ്റേറ്റ് വാർത്തയാകുന്നു. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി BJPയിലേക്ക്, മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ അവിടെയാണ് ശശി തരൂർ നല്ലൊരു നിലപാട് സ്വീകരിക്കുന്നത്. താൻ BJPയിലേക്ക് ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോഴും അദ്ദേഹത്തെ BJPക്കാരനാക്കാനാണ് പല കോൺഗ്രസ്സുകാർക്ക് താല്പര്യം. അല്ലെങ്കിലും ഈ തുടക്കം മുതലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിവാദങ്ങളും വന്നപ്പോൾ മുതൽ എങ്ങനെയാണ് ശശി തരൂരിനെ ആക്രമിക്കുന്നത്? അദ്ദേഹം മോദി ഭക്തരാണ്, അദ്ദേഹം BJPയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞല്ലേ അവിടെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത്. നോക്കൂ, സ്വന്തം നേതാവ് BJPയിലേക്ക് പോകണം എന്ന് പിടിവാശി പിടിക്കുന്നു. CPMയിലേക്ക് പോകരുത് കേട്ടോ. CPMയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല. അത് അങ്ങനെയാണല്ലോ. CPMയിലേക്ക് ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ടോ അവരെയൊക്കെ സൈബർ ആക്രമണം നടത്തി അവരെ ഏതൊക്കെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ അപകീർത്തിപ്പെടുത്തി അവരെ വീട്ടിൽ ആരൊക്കെയുണ്ട്, മുത്തിയുണ്ടെങ്കിൽ മുതുമുത്തിയുണ്ടെങ്കിൽ അവർക്കെതിരെ വരെ വ്യാജ ആരോപണങ്ങളും വൃത്തികെട്ട കമന്റ് വിടുന്ന ഒരു വലിയ വിഭാഗമാണ് കോൺഗ്രസ്സുകാർ, UDFകാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ മുമ്പിൽ ഇതൊക്കെ തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള പല സംഭവ വികാസങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. സരിൻ എന്ന് പറയുന്ന KPCCയുടെ IT സെല്ലിന്റെ കൺവീനർ ആയിരുന്ന വ്യക്തി, അദ്ദേഹം പാലക്കാട് ഇടതുപക്ഷത്തിന്റെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോ എന്തായിരുന്നു പുകില്? ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ കടന്നാക്രമിച്ചത്? അദ്ദേഹത്തെ മാത്രമാണോ, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സൗമ്യയെ ഏതൊക്കെ രീതിയിലാണ് അത്ര വൃത്തികെട്ട കമന്റുകൾ ഇട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും അപകീർത്തിപ്പെടുത്തിയത്? നമ്മൾ കണ്ടതല്ലേ. സരിന്റെ കാര്യം മാത്രമാണോ? ഷാനിബിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ എത്ര ആളുകൾ വിഷയത്തിൽ ഇത് കാണുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് എന്നാൽ BJPയിലേക്ക് പോയവരുടെ ഒന്ന് എടുത്തു നോക്കൂ. ഒരു മൊത്തത്തിലുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ മൊത്തം ആ സമയത്ത് നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആന്റണി അങ്ങോട്ടേക്ക് പോയല്ലേ, അനിൽ ആന്റണി അങ്ങോട്ട് പോയപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായോ? ഉണ്ടായില്ല. അനിൽ ആന്റണിക്കെതിരെ VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചോ? ഇല്ല. പത്മജ വേണുഗോപാൽ പോയി, മുരളി പോലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആരാണെന്ന് ഈ പോയവരൊക്കെ? അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുള്ള ആളുകളാണ്. കരുണാകരന്റെ മകൾ, അതുപോലെ തന്നെ ആന്റണിയുടെ മകൻ, ഇവരൊക്കെ BJPയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നവർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലും നടക്കുന്ന സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എന്നാണ് നമ്മൾ കാണുന്നത്. BJPയിലേക്ക് പൊക്കോട്ടോ, പക്ഷെ CPMയിലേക്ക് പോയാൽ മോനെ പണിപാടും എന്നാണ്. മാത്രമല്ല നമ്മൾ എന്താണ് കാണുന്നത്? ഈ സംസ്ഥാനത്തിന്റെ അധികാരം പിടിക്കുന്നതിന് വേണ്ടി SDPI പോലുള്ള പാർട്ടികളുമായി പോലും ചങ്ങാത്തം കൂടുന്ന കാഴ്ച. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ SDPI ആയിട്ടുള്ള കൂട്ടുകെട്ട്. പരസ്യമായിട്ട് SDPIക്കാര് പ്രഖ്യാപിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ UDFന് പരസ്യമായി പിന്തുണ നൽകുന്നുവെന്ന്? നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് അങ്ങനെയാണ്. SDPയുടെ പിന്തുണയോടെ, BJPയുടെ പിന്തുണയോടെ കോൺഗ്രസ് ഭരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് പറയുന്നു, ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടുന്നവരാണെന്ന കാപട്യം പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും ശശി തരൂരിന്റെ ലേഖനത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ മുഖ്യ മാധ്യമങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. എത്രയൊക്കെ മുക്കിയാലും ഇതുപോലെ നിങ്ങൾ മുക്കുന്നതൊക്കെ വിളിച്ചു പറയാൻ ചില മാധ്യമങ്ങൾ കൂടി ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങൾ മറക്കുന്നതും നിങ്ങൾ മുക്കുന്നതും വ്യക്തമായി തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ കാണും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.